അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് ഒരു വൈദികൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ കേരള പോലീസ് ആക്ട് പ്രകാരം കേസെടുത്തത്. വൈദികർ നടത്തുന്ന നിരാഹാര സമരത്തിനിടെ പരാതിക്കാരൻ ഒരു ബാനർ പിടിച്ചിരുന്നു. മറ്റു വൈദികർക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ പരാതിക്കാരനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രതി ബോധപൂർവം ബാനറിന്റെ ഉള്ളടക്കം മാറ്റിയ കൃത്രിമമായ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതായി പറയപ്പെടുന്നു. പരാതിയുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹർജിക്കാരനെതിരെ കേസെടുക്കാൻ അനുമതി നൽകി. തനിക്കെതിരെ സ്വീകരിച്ച നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു. പ്രതി കൃത്രിമമായി സൃഷ്ടിച്ച ബാനർ മാറ്റിയ പരാതിക്കാരന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് കുറ്റമാണോ എന്നായിരുന്നു ഹൈക്കോടതിയുടെ മുന്നിലുള്ള ചോദ്യം. ഫേസ്ബുക്ക് പോസ്റ്റും പരാതിയും അന്തിമ റിപ്പോർട്ടും പരിശോധിച്ച ശേഷം ഇത്തരമൊരു പോസ്റ്റ് കേരള പോലീസ് ആക്ടിലെ 120 വകുപ്പിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതിനാൽ പ്രതിയുടെ പ്രവൃത്തി ആ വകുപ്പ് പ്രകാരം കുറ്റകരമല്ല. ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അപകീർത്തികരമായ പോസ്റ്റുകൾ പ്രചരിക്കുന്നത് തുടരുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. ഒരാൾ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ അപകീർത്തികരമായ സംഗതികൾ ഏതെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിന് ഉചിതമായ ശിക്ഷ നൽകുന്നതിൽ നിലവിലുള്ള നിയമം അപര്യാപ്തമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അതിനാൽ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം കണക്കിലെടുത്ത് ഈ വിഷയം ഗൗരവമായി പരിഗണിക്കേണ്ടതാണെന്നും ഉചിതമെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഹർജിക്കാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറ്റകരമല്ലാത്തതിനാൽ ഹൈക്കോടതി ഹർജിക്കാരനെതിരെയുള്ള നടപടികൾ റദ്ദാക്കി. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.